അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. പരിശുദ്ധ ഹജ്ജിൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അറഫ സംഗമത്തിൽ 20 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇന്ന് പങ്കെടുത്ത. മാഷാ അല്ലാ, നമുക്കും അതുപോലെ ആ അറഫ സംഗമത്തിൽ പങ്കെടുക്കാനും മഖബൂലും മബ്റൂറുമായ ഒരു ഹജ്ജും ഉംറയും ചെയ്യുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇന്ന് എല്ലാ ഹാജിമാരെയും മിനയിൽ നിന്ന് അറഫയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരിയിലുള്ള യൂസഫ് എന്ന പേരിൽ ഒരു 60കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുന്ന പോക്കിൽ തീരെ വയ്യാതായി. അങ്ങനെ മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മെട്രോയിലും മറ്റൊക്കെ ആയിട്ട് വാഹനങ്ങളിലൊക്കെയാണ് കൊണ്ടുപോകുക. മലയാളികളെയൊക്കെ നേരത്തെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും അറഫയിൽ സംഗമിക്കണം. ഒരു മനുഷ്യനും ഹജ്ജിന് വന്ന എത്ര സുഖമില്ലാത്ത ഒരാളാണെങ്കിലും അറഫയിൽ എയർ ആംബുലൻസിലാണെങ്കിൽ അവിടെ കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ നേരത്തെ അറഫയിൽ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ പോയൊരു മനുഷ്യനാണ് വടക്കഞ്ചേരിയിലുള്ള യൂസഫ് എന്നൊരു 66കാരൻ. ഹജ്ജിന് വേണ്ടി കൊതിച്ചു പോയൊരു മനുഷ്യൻ. പക്ഷേ ആ പോകുന്ന പോക്കിൽ സുഖമില്ലാതായിട്ട് അവിടുത്തെ മിനയിലെ മിനാവാദി എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം, 66 വയസ്സുള്ള യൂസഫ് എന്ന മനുഷ്യൻ ഹജ്ജ് ചെയ്യാതെ ഹാജിയായിട്ട് പടച്ച റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്നുള്ളതാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും ആ മനുഷ്യൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. മനസ്സുകൊണ്ട് ഹജ്ജ് ചെയ്തൊരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ഹജ്ജിന് ഇപ്പോൾ ഇതിനകം ഒരു 12ഓളം മലയാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. പല ജില്ലകളിൽ നിന്നായിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ 12ഓളം മലയാളികളാണ് മരണപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അറഫയിലേക്ക് പോവാണ്. അറഫയിലേക്ക് ഹാജിമാർക്കുള്ള ഭക്ഷണ സാധനങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. KMCCയുടെ വകയായിട്ട് വെള്ളമുണ്ട്, അത് ഫ്രൂട്ട്സ് കിട്ടും, ഫ്രൂട്ട്സുകളുണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, കഞ്ഞിയുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഉപ്മാവ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് അറഫയിലേക്ക് ആ ഹജ്ജിൻ്റെ സംഗമം എന്ന് പറഞ്ഞാൽ എന്തൊരു സുന്ദരമായ കാഴ്ചയെന്നറിയോ. മദീന പള്ളിയിലെ ഇമാമാണ് അവിടെ നിന്ന് നമിറ പള്ളിയിൽ അറഫ പ്രസംഗം നടത്തിയത്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ശാന്തമായിട്ടായിരിക്കണം നമ്മുടെ മടക്കവും അതേപോലെ യാത്രയും. അധികൃതർ പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളെപ്പോഴും രാഷ്ട്രീയ അല്ലെങ്കിൽ മറ്റ് സംഘടനാപരമായ കക്ഷി പ്രസ്ഥാനത്തിൻ്റെ ഒന്നും മുദ്രാവാക്യങ്ങൾ അറഫയിൽ മുഴക്കരുത്. പലപ്പോഴും ചില ആളുകൾ അങ്ങനെ ചെയ്യലുണ്ട്. അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുക, അവിടെ ചെന്നിട്ട് ആ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി. അവിടെ സുന്നി എന്നോ മുജാഹിദ് എന്നോ ജമാഅത്ത് എന്നോ ഷിയ എന്നോ സലഫി എന്നോ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ മനുഷ്യരും ഒരേ വേഷത്തിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എത്രത്തോളം രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരാണ് റബ്ബേ അവിടെ നിന്ന് അറഫയിലേക്ക് എത്തിയിട്ടുള്ളത്. എല്ലാവരും ആ ഒരു ജബലുർ റഹ്മയോട് ചേർന്നുള്ള വിസ്തൃതമുള്ള പ്രദേശമാണ്. ആ മലയുടെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുക. വലിയ VIP പരിഗണനയിലുള്ള ഹാജിമാർക്ക് വലിയ ലക്ഷറി സൗകര്യങ്ങൾ, ടെൻറ്റുകളൊക്കെ ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലും പടച്ച റബ്ബിനെ ദർശിക്കുക. അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആരെ തിരിച്ചറിയുക? നമ്മളെ സൃഷ്ടിച്ച നാഥനെ നമ്മൾ തിരിച്ചറിയുക. അതാണ് ഹജ്ജ്. അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞാൽ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കലാണ് എന്ന് സാധാരണ നമ്മൾ കൊടുക്കുന്നൊരർത്ഥമുണ്ട്. പക്ഷേ സൂഫിയാക്കൾ പറയുന്നൊരർത്ഥം അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞാൽ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമുക്കതിലൂടെ, ആ യാത്രയിലൂടെ നമുക്ക് അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയണം. അതാണൊരു യാത്ര. അപ്പോൾ ഒരുപാട് പേര് ആ ഹജ്ജിന് വന്നിട്ട് മാഷാ അല്ലാഹ് അതിൻ്റെ സന്തോഷമുള്ള ഒരു കാഴ്ച. ഇന്നലെ വൈകുന്നേരം INSEമിലുള്ള താമസ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് രാത്രിയോടുകൂടി മീനയിലെത്തി. മീനയിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ലൊഹറും അതുപോലെ തന്നെ അസ്റും നമസ്കരിച്ച് ഇഷ നമസ്കാരത്തിന് ശേഷം നമ്മുടെ മുഹറമില്ലാത്ത ഹാജിമാര് മെട്രോ സ്റ്റേഷൻ 1 വഴി അറഫ സംഗമത്തിന് പുറപ്പെട്ടു. 7 മണിയോടുകൂടി തന്നെ മെട്രോ സ്റ്റേഷനിലൂടെ ഹാജിമാർ പോക്ക് ആരംഭിച്ചിരുന്നെങ്കിലും തിരക്ക് കാരണം നിയന്ത്രിച്ചാണ് സൗദി ഗവൺമെന്റ്, പോലീസും അതുപോലെ തന്നെ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകന്മാരും നിയന്ത്രിച്ചാണ് ഹാജിമാരെ മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ തിരക്കില്ലാതെ മുഴുവൻ ഹാജിമാർക്കും അറഫയിലേക്ക് എത്താൻ സാധിച്ചു. ഇവിടെ ഞങ്ങളുള്ളതിപ്പോ മുത്തൗഫിന്റെ 35 നമ്പർ തമ്പിലാണ്. ഇതിലാണ് 4000-ത്തോളം വരുന്ന മുഹറമില്ലാത്ത ഹാജിമാർ താമസിക്കുന്ന തമ്പുകളാണ്. ഈ തമ്പുകളിൽ വൈകുന്നേരം രാത്രിയോ ഇഷാ നമസ്കാരത്തിന് ശേഷം ആരംഭിച്ച ഹാജിമാരുടെ പോക്ക് അവസാനത്തെ ഹാജിയും മെട്രോ സ്റ്റേഷൻ വഴി അറഫയിൽ എത്തി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് KMCCയുടെ വളണ്ടിയർമാർ ഈ തമ്പ് വിടുന്നത്. ഈ തമ്പിലോ ഇതുപോലുള്ള ഓരോ തമ്പുകളും സെർച്ച് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഹാജി അവശേഷിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞതിനു ശേഷം
സെർച്ചിങ് ടീം, ഞങ്ങളുടെ സെർച്ചിങ് വിങ് വളരെ സൂക്ഷ്മതമായ രീതിയിൽ പരിശോധിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മീന നഗരത്തോട് വിട പറഞ്ഞ് അറഫ മൈതാനിയിലേക്ക് ഞങ്ങൾ പോകുന്നത്. 250ഓളം വരുന്ന വളണ്ടിയർമാർ അറഫ സംഗമത്തിൽ പങ്കെടുക്കുന്ന അള്ളാഹുവിന്റെ അതിഥികൾക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി KMCCയുടെ വളണ്ടിയർമാർ നിതാന്ത ജാഗ്രതയോട് കൂടിയിട്ട് അറഫ മൈതാനിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത വിങ് അവസാനത്തെ ഹാജിയും പുറപ്പെടുന്നതോടുകൂടി അവർക്കൊപ്പമാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 35 നമ്പർ മുത്തവഫിന്റെ ഓരോ ടെന്റുകളും ഞങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഹാജിക്ക് അസുഖബാധിതനായി കിടക്കുന്നുണ്ടോ, ഏതെങ്കിലും ഹാജിക്ക് അറഫയിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ഹാജിയും പോയി കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ അറഫ സംഗമത്തിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഇവിടെ വീൽ ചെയറുള്ള ഹാജിമാരുണ്ടായിരുന്നു. വീൽ ചെയറിലുള്ള ഹാജിമാർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് KMCCയുടെ വീൽ ചെയർ വിങ് അവരെ ആനയിച്ചുകൊണ്ട് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് KMCCയുടെ വളണ്ടിയർമാർക്ക്. ഓരോ ദിവസങ്ങളും ഇനി KMCCയുടെ വളണ്ടിയർമാരുടെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കുടകളൊക്കെ ചൂടിയിട്ട് അതിങ്ങനെ നടന്നു പോവുക, മെട്രോ ഇറങ്ങിയിട്ട് അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെ. ഈ മസ്ജിദുൽ ഹറമിൽ നിന്നൊരു 22 കിലോമീറ്റർ അകലെയാണ് ഈ അറഫ മൈതാനി ഉള്ളത്. അറഫ മൈതാനി ഇനിയിപ്പോൾ വരുന്ന അറഫ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മുഴുവൻ ആളുകളും ഇന്ന് വൈകിട്ടോടുകൂടി അസറും ളുഹുറൊക്കെ ഒന്നിച്ച് ജമ്മാക്കി നിസ്കരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ മുസ്ദലിഫയിലേക്ക് വരിക ചെയ്യുക. നമ്മൾ ഉച്ചക്കലത്തെ വീഡിയോയിൽ ചോദിച്ചിരുന്നു അറഫ കഴിഞ്ഞാൽ പിന്നെ ഇവർ എങ്ങോട്ടാണ് വരിക എന്നുള്ളത്. മുസ്ദലിഫയിലേക്കാണ് വരിക. അത് ലേശം ഒരു തിരക്കുള്ള ഒരു അവസ്ഥയാണ് മുസ്ദലിഫയിലേക്ക് വരിക. ആ സമയത്തൊക്കെ ആളുകൾ തീരെ നടക്കാനൊക്കെ വയ്യാത്ത ആളുകളും സുഖമില്ലാത്ത ആളുകൾക്കൊക്കെ വല്ലാതൊരു പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സമയം. മഹാഭാഗ്യവാന്മാരാണ് അവിടെ എത്തിക്കഴിഞ്ഞ്. ഞാൻ പറയും ഏറ്റവും മഹാഭാഗ്യവാന്മാർ ഹജ്ജ് ചെയ്യാൻ കഴിയാതെ വഫാത്തായ ആളുകളാണ്. കാരണം അവർക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹജ്ജ് അള്ളാഹു നൽകും. നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പരിമിതികളായ ഹജ്ജാണ് നമുക്ക് കിട്ടുക. അപ്പം എന്തായാലും അത്തരത്തിലുള്ളൊരു ഹജ്ജും ഉംറയൊക്കെ നമുക്ക് ചെയ്യാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്ത ആളുകൾ. അപ്പോൾ ഇൻഷാ അല്ലാ ആ മരണപ്പെട്ടു പോയ യൂസഫ് എന്ന് പറഞ്ഞ ആൾ മാത്രമല്ല, ഈ ഹജ്ജിൻ്റെ സമയത്ത് ഒരു 10-11 ആളുകൾ സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് മലയാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെ കുടുംബത്തിനും ക്ഷമ നൽകട്ടെ. എന്തായാലും ഈ ഒരു ഹജ്ജ് നമുക്കൊക്കെ വളരെ സന്തോഷവും അനുഭൂതി നൽകുന്ന ഒന്നാണ്. നമുക്കും ഇതുപോലെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന്, +2 റിസൾട്ട് വന്ന ദിവസമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ മക്കളോ നിങ്ങളോ +2ത്തെ റിസൾട്ട് എന്തായെങ്കിൽ ഒന്ന് സന്തോഷം പങ്കുവെക്കുക. എത്ര ശതമാനം മാർക്കുണ്ട്, എല്ലാവരും ജയിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പല വീഡിയോ കാണുന്ന പലരും +2 പഠിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങളുടെ മക്കളൊക്കെ +2 പഠിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് വിരോധമില്ലെങ്കിൽ ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത്.